ഹായ് മക്കളെ, ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഇനിയും ക്രിസ്മസ് എക്സാമിനേഷൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ലേ? ഇനിയും പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്ത വിദ്യാർത്ഥികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കൊള്ളുക. കാരണം നമ്മളുടെ ക്രിസ്മസ് എക്സാമിനേഷന്റെ ഡേറ്റ് മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഡിസംബർ മാസം 11 മുതൽ ഡിസംബർ മാസം 18 വരെ ആയിരിക്കും. ഇത് ഞാൻ പറഞ്ഞ ഡേറ്റ് അല്ല, നമ്മുടെ അക്കാഡമിക് കലണ്ടർ പ്രകാരമുള്ള ഡേറ്റ് ആണ്. അക്കാഡമിക് കലണ്ടർ പ്രകാരമുള്ള ഡേറ്റ് ആണ് ഡിസംബർ 11 മുതൽ ഡിസംബർ 18 വരെ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഡിസംബർ മാസം 10 മുതൽ ഡിസംബർ മാസം 20 വരെ ആയിരിക്കും നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഡേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇനി എത്ര ദിവസമാണ് നമുക്ക് പഠിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. മക്കളെ, ഈ നവംബർ മാസം നമുക്കൊരു 30 ദിവസം കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. അല്ലെ, 30 ദിവസം, ഓൾമോസ്റ്റ് 30 ദിവസം ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഡിസംബർ മാസത്തിൽ ഒരു 10 ദിവസം കൂടി ഉണ്ട് അല്ലേ. അപ്പൊ മൊത്തം എത്ര ദിവസമേ ഉള്ളൂ? 40 ദിവസം മാത്രമേ ക്രിസ്മസ് എക്സാമിനേഷനിലേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളൂ. അപ്പൊ പലരും തന്നെ ടീച്ചേഴ്സും എല്ലാവരും പറയുന്നുണ്ട് ക്രിസ്മസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ക്രിസ്മസ് എക്സാമിന്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ മക്കളെ. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 6 സബ്ജക്റ്റുകളിലായിട്ട് 80% പോർഷൻസ് നമുക്ക് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിനേഷനിലേക്ക് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പം ഒരു ദിവസം നിങ്ങൾ എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും എന്ന് കൃത്യമായിട്ട് നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. ലിമിറ്റഡ് സമയമേ ഉള്ളൂ. സോ ഇനി ഒട്ടും സമയം വൈകിക്കരുത്, എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. സോ 80 പോർഷൻസ് നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ കൂടെ തന്നെ ഇനി അങ്ങോട്ട് നമുക്ക് 20% പോർഷൻസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതായത് മോഡൽ എക്സാമിനേഷനിലേക്കും പബ്ലിക് എക്സാമിനേഷനിലേക്കും. സോ കൃത്യമായിട്ട് ഇപ്പൊ നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മോഡൽ എക്സാം എഴുതുന്ന സമയത്തും പബ്ലിക് എക്സാം എഴുതുന്ന സമയത്തും വളരെ സിമ്പിൾ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉഷാറായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പൊ നമ്മൾ +1 ബിസിനസ് സ്റ്റഡീസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 11ഓളം ചാപ്റ്റേഴ്സ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പം സെക്കൻഡ് ടേമിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബിസിനസ് സർവീസ്, 5ാമത്തെ ചാപ്റ്റർ ആയിട്ട് എമർജിംഗ് മോഡ്സ്, 6ാമത്തെ ചാപ്റ്റർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ്, 7ാമത്തെ ചാപ്റ്റർ ഫോർമേഷൻ ഓഫ് എ കമ്പനി, 8ാമത്തെ ചാപ്റ്റർ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്നിങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് ടേം പോർഷൻസ് ആയിട്ട് കവർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും, സർ സെക്കൻഡ് ടേം പോർഷൻസ് ഇത്രയില്ലേ ഉള്ളൂ, അപ്പൊ എത്ര മാത്രം ക്രിസ്മസ് എക്സാമിന്റെ വിഷയം പഠിച്ചാൽ പോരെ, പിന്നെ എങ്ങനെയാണ് ഇത് 80% വരെ എന്ന് ആലോചിക്കേണ്ടായിരിക്കും. പക്ഷേ അങ്ങനെയല്ല മക്കളെ. നമുക്ക് ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആയിരുന്നു സിലബസ് അനുസരിച്ച് ഓണം എക്സാമിനേഷനിലേക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിനേഷനിലേക്ക് ആദ്യത്തെ 3 ചാപ്റ്റേഴ്സും ഓണം എക്സാമിന് പഠിച്ചു വെച്ചുള്ള 3 ചാപ്റ്റേഴ്സും പിന്നീട് അങ്ങോട്ടുള്ള 5 ചാപ്റ്റേഴ്സുമാണ് പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 8 ചാപ്റ്റേഴ്സ് ഈ വരുന്ന ഓണം എക്സാമിനേഷനിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ മക്കളെ, ഈ 8 ചാപ്റ്റേഴ്സിൽ നിന്ന് ഏതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് നോക്കാം ഓരോ ചാപ്റ്റേഴ്സിലായിട്ട് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതെല്ലാമാണ്. 1ാമത്തെ ചാപ്റ്റർ എടുത്ത് പരിശോധിക്കുക. നമുക്കറിയാം ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആണ് നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഈ ചാപ്റ്റർ സാറോട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രം പഠിച്ചാൽ മതിയോ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കുക. ഇത് മാത്രം പഠിച്ചാൽ പോരാ, ബാക്കിയുള്ള ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. ഇത് കുറച്ചും കൂടി എന്താക്കുക, ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതായത് ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. നമുക്ക് അതായത് കൊമേഴ്സും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയുമായിട്ട് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് എന്തൊക്കെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാനും ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് ഒക്കെ ചോദിക്കാറുണ്ട്. ദെൻ സ്റ്റാർട്ടിങ് എ ബിസിനസ് ബേസിക് ഫാക്ടേഴ്സ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ബേസിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്, അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. 6 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി 2ാമത്തെ ചാപ്റ്റർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. 5 ഫോംസിനെ കുറിച്ച് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. അതിൽ ഇത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാർട്ട്ണർഷിപ്പ്, കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. എസ് ചിലപ്പോൾ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ കൃത്യമായിട്ട് ഈ 3 ഫോംസിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ ആണ്, ഒരാൾ നടത്തുന്ന ബിസിനസ് ആണ്. സോ എന്തൊക്കെയാണ് മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ എല്ലാവർക്കും എങ്ങനെ ചോദിച്ചാലും എഴുതാൻ വേണ്ടി പറ്റും. സോ ഈ 3 ഹൈലൈറ്റ് ചെയ്ത ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഇനി 3ാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ആയിട്ടുള്ള 3 പബ്ലിക് സെക്ടർ എന്റർപ്രൈസിനെ നമ്മൾ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു MNCനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. സോ പബ്ലിക് സെക്ടർ എന്റർപ്രൈസിൽ പബ്ലിക് കോർപ്പറേഷൻ, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സോ അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ MNCയെ കുറിച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്, സ്ഥിരമായിട്ട് കാണാറുണ്ട്. സോ അതും എന്താണ് MNCന്റെ ഫീച്ചേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് 3ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു വെക്കുക. ചെറിയ ചാപ്റ്റർ ആണ്. സോ ഈ 2 ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഓർത്തു വെച്ച് പഠിക്കണം. ഇനി 4ാമത്തെ ചാപ്റ്റർ ആണ് ബിസിനസ് സർവീസസ് അല്ലെ. ഒരു ബിസിനസിനെ സപ്പോർട്ട് ചെയ്യുന്ന സർവീസ് ആണ് ബിസിനസ് സർവീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ് സർവീസിനെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ കവർ ചെയ്തിട്ടുണ്ട്. അതിൽ 2 ടോപ്പിക് വളരെ പ്രധാനപ്പെട്ടതാണ്. 1ാമത്തെ വെച്ചാൽ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. 2ാമത്തേത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. ബാങ്കിങ്ങിൽ ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് മസ്റ്റ് സ്റ്റഡി ടോപ്പിക്കാണ്. 2ാമതായിട്ട് പറയാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ആണ്. സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. 7 പ്രിൻസിപ്പിൾസ് ഉണ്ട്, കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം. ഓക്കെ, ഇനി 5ാമത്തെ ചാപ്റ്റർ ചെറിയ ചാപ്റ്റർ ആണ്. എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് ആണ് 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഈ ചാപ്റ്റർ വളരെ ചെറിയ ചാപ്റ്റർ ആണ്. കുറേയധികം ടോപ്പിക്കുകളുണ്ട്, പക്ഷേ ചെറിയ കോണ്ടന്റുകളാണ് അവിടെ ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സും ട്രഡീഷണൽ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായിട്ട് പഠിക്കുക.
സ്കോപ്പ് ഓഫ് ഈ ബിസിനസ് B2B, B2C, B2G എന്നൊക്കെ പറയും. സോ അത് കൃത്യമായിട്ട് അതിന്റെ സ്കോപ്പും മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്കോപ്പ് ഓഫ് ഈ ബിസിനസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ഈ ബിസിനസ് നടത്തുന്ന സമയത്ത് കുറെ ട്രാൻസാക്ഷൻ റിസ്ക് പോലുള്ള റിസ്കുകൾ ഉണ്ടാവുന്നുണ്ട്. സോ ഏതൊക്കെയാണ് റിസ്കുകൾ എന്നാൽ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 3 മാർക്ക് 2 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇനി 6ാമത്തെ ചാപ്റ്റർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്റർ പഠിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. കുറെ അധികം മനസ്സിലാവാത്ത ടോപ്പിക്കുകളൊക്കെ ഇതിൽ ഉണ്ടാവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിൽ ഈ പറയുന്ന ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തമ്മിൽ ഒരു 3 മാർക്കിന് പബ്ലിക് എക്സാമിനൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഈ ഒരു ആർഗ്യുമെന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി 2 മാർക്ക് 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ഡിഫറെന്റ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്. ഇത് സ്ഥിരമായിട്ട് മാച്ച് ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുണ്ട്, ഷോർട്ടേജ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. സോ ഓരോ കാറ്റഗറി ഓഫ് ഗ്രൂപ്പിനോടും ഏത് തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ഒരു ബിസിനസ് സ്ഥാപനം കാണിക്കേണ്ടത്, റെസ്പോൺസിബിൾ ആവേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഫോർമേഷൻ ഓഫ് എ കമ്പനി, അതായത് ഒരു കമ്പനി ഫോർമേഷന് എന്തെല്ലാം സ്റ്റേജസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, ഒരു പബ്ലിക് കമ്പനി ഫോം ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യുന്ന സമയത്തും. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ടത് പ്രൊമോഷൻ എന്താണ്, പ്രൊമോട്ടറുടെ ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം തന്നെ ഒരു കമ്പനി ഫോർമേഷന് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ട 2 ഡോക്യുമെന്റുകളാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. സോ ഇവ തമ്മിലുള്ള ഡിഫറൻസും പഠിച്ചു വെക്കുക. കണ്ടന്റ്സ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ട്, ക്ലോസ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ട്. അത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ കൃത്യമായിട്ട് ഈ 2 ടോപ്പിക്കുകൾ പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് ആണ്. അതായത് ഒരു ബിസിനസ്സിന് ഫണ്ടുകൾ വേരിയസ് സോഴ്സസിലൂടെ അവൈലബിൾ ആണ്. സോ ഇത്രയും സോഴ്സസിനെ കുറിച്ച് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടതുണ്ട്. അതിൽ സാറോട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഒന്നാമത് ഇക്വിറ്റി ഷെയർസ് എന്താണ്, പ്രിഫറൻസ് ഷെയർസ് എന്താണ്, റീറ്റേൺ ഏർണിംഗ്സ് എന്താണ്, ഡിബഞ്ചേഴ്സ് എന്താണ്. ഇക്വിറ്റി ഷെയർസും അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഡിബഞ്ചേഴ്സ് പഠിച്ചു വെക്കുക. ദെൻ കൊമേഴ്ഷ്യൽ പേപ്പർ CP എന്താണ്, അതേപോലെ തന്നെ ഫാക്ടറിംഗ് എന്താണ്, ലീസ് ഫിനാൻസിംഗ് എന്താണ്. ഇതൊക്കെ ഒരു 3 മാർക്ക് 4 മാർക്ക് എന്നിങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് സോഴ്സ് ഓഫ് ഫണ്ട്, ഒരു സോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഘടകങ്ങളാണ്, എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് എഫക്ട് ചെയ്യുന്നത്. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലും ഡിസ്കസ് ചെയ്യാനുള്ളത്. മക്കളെ 8 ചാപ്റ്ററിലായിട്ട് ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റഡീസ് മുന്നോട്ട് പോവുക. നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ കോണ്ടന്റ് വീഡിയോസുമായിട്ടും ലൈവ് ക്ലാസ്സുമായിട്ടും നമ്മൾ എത്തുന്നുണ്ട്. സൈലം കൊമേഴ്സ് എത്തുന്നുണ്ട്. സോ ഉഷാറായിട്ട് നമുക്ക് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് കിഡിലൻ മാർക്ക് സ്കോർ ചെയ്യണം. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്.